നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ബയോളജി സെൻസറി ഓർഗൻസ് ജ്ഞാനേന്ദ്രിയങ്ങളിലേക്ക് കടന്നു. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് രണ്ടാമത്തെ പാർട്ട് കയറാൻ പോവുകയാണ്. ഇന്ന് ചെവിയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു പുസ്തകമല്ല, ഒരു ക്ലാസ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേറ്റ് സിലബസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ബയോളജി നമ്മൾ നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മലയാള വാക്കുകൾ, മലയാള മീഡിയംകാരെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ മലയാള വാക്കുകൾ എനിക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എന്നാലും ഇംഗ്ലീഷ് മലയാള മീഡിയംകാർ മനസ്സിലാക്കേണ്ട ഒന്ന്, നിങ്ങൾ കൂടെ ഇംഗ്ലീഷും കൂടെ പഠിച്ചേ പറ്റൂ. കാരണം +1 +2 ഇംഗ്ലീഷിലാണ് എല്ലാ കാര്യവും. +1 +2 മലയാള മീഡിയത്തിലില്ല. പരീക്ഷയൊക്കെ ചിലപ്പോൾ മലയാളത്തിൽ എഴുതാൻ പറ്റിയെന്ന് വരും. പക്ഷേ അതൊക്കെ നമ്മൾ മെഡിസിനൊക്കെ പോകുമ്പോൾ മലയാളത്തിന് പറ്റുമോ? മലയാളം നമുക്ക് വേണം. മലയാളം സംശയമൊന്നുമില്ല. പക്ഷേ സയൻസ് സബ്ജക്റ്റുകൾ ഇംഗ്ലീഷിലും കൂടെ പഠിക്കുന്നതാണ് കൂടുതൽ ഗുണം കേട്ടോ. എന്നാൽ ഞാൻ മലയാളം കൂടെ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം NCERT CBSE 10th ചാപ്റ്ററുണ്ട്. CBSE. ഇനി ഇവിടുത്തെ പ്രത്യേകത, CBSEയിൽ 10th കണ്ണ്, ചെവി, ഈ ഐസും ഇയറും ഒന്നും അവരുടെ സെൻസറി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ജനറലാണ് കിടക്കുന്നത്. കണ്ണും ചെവിയെയും കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല. അപ്പം CBSEക്കാർക്ക് കണ്ണും ചെവിയും പഠിച്ചേ പറ്റൂ. കാരണം ഇത് +1 പുസ്തകമാണ്. +1 NCERT പുസ്തകം. അതിനകത്ത് നമുക്കിത് കണ്ണും ചെവിയും പഠിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ +1 പോകുമ്പം കണ്ണും ചെവിയും ഇത് +1 പുസ്തകമെന്ന് ഞാൻ പറഞ്ഞു, കണ്ടല്ലോ. +1 പുസ്തകം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പം കണ്ണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ചെവി, ഇയർ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടോ, സ്റ്റേറ്റിൻ്റെ ക്ലാസ്സൂടെ CBSEക്കാർക്ക് കിട്ടുന്നത് കൂടുതൽ ഗുണമാണ്. പിന്നെ നമ്മൾ +1 +2 കൂടെ ബേസ് അവർക്ക് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു റഫറൻസ് പുസ്തകമായ പല പുസ്തകങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഇന്ന് എടുത്ത പുസ്തകമാണ് കോംപ്രിഹെൻസീവ് ബയോളജി. ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ പ്രിപ്പയറൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്താണ് നമ്മൾ പോകുന്നത്. കാരണം നീറ്റ് പരീക്ഷയ്ക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുക്കുമ്പം ചില കൺഫ്യൂഷൻസ് എൻ്റെ തലയ്ക്കകത്തുണ്ടാകും. കാരണം അത്രത്തോളം 10th വേണ്ട. പക്ഷേ 10th തൊട്ടടുത്ത വർഷം വരാൻ പോകുന്ന ജൂണിൽ +1 കിടക്കുമ്പോൾ ഇതെല്ലാം വേണം, കൂടിയേ പറ്റും. പിന്നെ നീറ്റിൻ്റെ എൻട്രൻസ് എഴുതാനും കൂടി വേണ്ടിയാണ്. അപ്പോൾ 8, 9, 10 ഈ ലെവലിൽ പഠിച്ചാൽ 11th 12th വളരെ എളുപ്പമാവും. നീറ്റ് എൻട്രൻസിന് മലയാളി കുട്ടികൾക്ക് ധാരാളം പേർക്ക് ഓൾ ഇന്ത്യ എൻട്രൻസിന് MBBSന് കിട്ടും. നമുക്ക് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂടും. പിന്നെ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറിയിലെ ജനറൽ നോളജ്, അതുപോലെ തന്നെ UGC ടെസ്റ്റിൻ്റെ പ്രിലിമിനറി ജനറൽ നോളജ്, അതുപോലെ തന്നെ PSC ടെസ്റ്റുകൾക്ക്, പല ടെസ്റ്റുകൾക്കും ഒക്കെ കരുതിയതാണ് ഇതൊരെണ്ണം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ചില എപ്പിസോഡ് ഇത്തിരി കൂടുതലുണ്ടാവും, പക്ഷെ ഗുണമേ ഉണ്ടാവും, കുറഞ്ഞു പോവില്ല എന്തായാലും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കയറുന്നു. ചാപ്റ്റർ ഇന്ന് പിന്നെ വരച്ച് കാണിക്കുന്നില്ല. കഴിഞ്ഞതിന് കണ്ണൊക്കെ വരച്ചുകൂടെ കാണിച്ചുകൊണ്ട് കുറച്ച് സമയമെടുത്തു. പക്ഷെ കണ്ണ് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ സാധ്യതയുണ്ട്, ചോദിക്കാൻ. ചെവി അങ്ങനെ 10th ചോദിക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ പുസ്തകം കാണിച്ച് പറഞ്ഞുതരാം, വരച്ച് അത്രയും സമയം പോണ്ടാന്ന് വെച്ചിട്ടാണ്. റെഡി? കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ടാണ് ഇയർ. എന്താ ഇയർ എന്ന് പറഞ്ഞാൽ? ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഓർഗൻ്റെ അടുത്ത ജ്ഞാനേന്ദ്രിയങ്ങളിൽ രണ്ടാമത്തെ പാർട്ടായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളതാണ് ഇയർ. ഓക്കെ, ഇയർ. മലയാളം മീഡിയം കൂടെ തുറന്നു വെച്ചാൽ എനിക്ക് മലയാളം വാക്കൂടെ കൊണ്ടുപോകാൻ പറ്റൂ. ചെവി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചെവിയെ പറയുമ്പം ജനറലി ഇയറിനെ പറയുന്നത് സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ എന്നാണ്. സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ. എന്താണ് ഈ സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ എന്ന് പറഞ്ഞാൽ? സ്റ്റാറ്റോ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യുക, ബോഡിയെ ബാലൻസ് ചെയ്യുന്നതും ചെവിയാണ്. ദെൻ അക്യൂസ്റ്റിക്, സൗണ്ട് കേട്ട് അത് ഓഡിറ്ററി നെർവിലൂടെ ഓഡിറ്ററി കോർട്ടെക്സ്, ബ്രെയിനിലെ ഓഡിറ്ററി കോർട്ടെക്സിലേക്ക് എത്തിച്ച് അവിടെ
ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുന്ന സൗണ്ട് തിരിച്ചറിവ് പ്രോസസ്സും നടത്തുന്നത് ചെവിയാണ്. അപ്പം ബാലൻസ് ചെയ്യുന്നത് ചെവിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ ബ്രെയിൻ പഠിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു സെറിബെല്ലം ബാലൻസിങ് കൺട്രോൾ ചെയ്യുന്നു എന്ന്. അതെ, ഇവിടുന്ന് സെറിബെല്ലത്തിലേക്കും മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ, അടിച്ച് നിൻ്റെ ചെവിക്കല്ല് തെറിപ്പിച്ച് കളയും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആക്ച്വലി ചെവിക്കല്ല് എന്ന് പറയുന്ന ഓട്ടോലിത്ത് എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റിൻ്റെ സ്മോൾ ക്രിസ്റ്റലുകൾ ചെവിക്കുള്ളിൽ ഫ്ലൂയിഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അവയുടെ ബാലൻസ് തെറ്റുന്നതാണ്. അടിയെങ്ങാനും കിട്ടുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ചാടിക്കട്ടിലിൽ നിന്നൊക്കെ എണീക്കുമ്പോൾ നമുക്ക് ഈ ബാലൻസ് കിട്ടാതെ വരും. അപ്പോഴാണ് തല കറങ്ങുന്നതെന്നൊക്കെ തോന്നും. തലയെ കറങ്ങുന്നതിന് ഒരുപാട് റീസണുണ്ട്, സയൻസിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു. കണ്ണ് പറഞ്ഞിരുന്നപ്പോൾ ഒരു കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ട് പലതും വിട്ടുപോയാൽ നിങ്ങൾ തന്നെ ഓർമ്മിപ്പിച്ച് തരണം. ചിലപ്പോൾ തെറ്റിപ്പോവാം, നിങ്ങൾ തന്നെ ഓർമ്മിപ്പിച്ച് തന്നാൽ ഞാനത് കറക്റ്റ് ചെയ്ത് റെഡിയാക്കി തരും. കഴിവതും തെറ്റാതിരിക്കാൻ നോക്കും, വിട്ടുപോകാതെ നോക്കാം. പക്ഷെ കഴിഞ്ഞ ഐസിൽ വിട്ടുപോയ ഒരെണ്ണം ഐബ്രോയാണ്, ഈ പുരികം. അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അത് വിട്ടുപോയിരിക്കുന്നതായി കണ്ട്. അതുകൊണ്ട് ഇത് പറയുന്നു. വിട്ടത് ഞാൻ അടുത്തിൽ ചേർത്ത് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞിരിക്കും, സംശയമൊന്നുമില്ല. എന്തിനു വേണ്ടിയാണ് ഈ ഐബ്രോസ്, കണ്ണിൻ്റെ മുകളിൽ ഐബ്രോ? നമ്മൾ ഐലാഷസൊക്കെ പറഞ്ഞാണ്, ഐലിഡ് ഐലാഷ് പറഞ്ഞു. ഈ ഐബ്രോ വെച്ചിരിക്കുന്നത് എന്താ? അപ്പോൾ പുസ്തകത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഹാൻഡ് ബുക്കിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊടി കയറാതിരിക്കാനാണ് ഐലിഡും ഐലാഷസും വെച്ചേക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പുരുകം കൊണ്ട് പൊടി കയറാതിരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് പറയില്ല. ചിലപ്പോൾ കുറച്ച് പൊടിയൊക്കെ കയറാതിരിക്കാൻ തടയാം. 2 പറയുന്നു വിയർപ്പ് അല്ലെങ്കിൽ വെള്ളം, വിയർപ്പ് കണ്ണിലേക്ക് വരാതിരിക്കാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വിയർപ്പിങ്ങനെ ഒഴുകി വരുമ്പം തടയാം അല്ലേ. പക്ഷേ ഞാൻ പല കാര്യങ്ങളും കാണാപ്പാഠം പഠിക്കുന്ന ആളല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓരോ പാർട്ടുകളും ഓരോ ഭാഗങ്ങളും ചിന്തിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് എനിക്ക് പലതും കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഖുർആനും ബൈബിളും ഗീതയൊക്കെ ഞാൻ ക്ലാസ്സുകൾ ഈ യൂട്യൂബിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പലപ്പോഴും ശാസ്ത്രീയമായി പറയുന്നതിന് കാരണവും ഞാൻ ചിന്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഏറെ ഡൈവേഴ്സിറ്റി, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നല്ലത് ചിന്തിക്കുന്നവർക്ക്, മോശം ചിന്തിക്കുന്നവർക്ക് അതും കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ചിന്തിച്ചാൽ ദൃഷ്ടാന്തങ്ങൾ പലതും നമുക്ക് കിട്ടും, പല തെളിവുകൾ കിട്ടും. അങ്ങനെ ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയതാണ്. പല ബുക്കുകളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ചിന്തകളിൽ തെളിഞ്ഞു വന്നവരാണ്. നേരത്തെ പറഞ്ഞ പൊടി കയറാതിരിക്കാനും വിയർപ്പ് വീഴാതിരിക്കാനും അതൊക്കെ ശരിയെന്ന് പറയാം. ഞാനതൊന്നും എതിർക്കുന്നില്ല. അതൊക്കെ ശരിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ ശരി ഏത് എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് എന്ന് വെച്ചാൽ ഇതിന് മോൾ ഭാഗത്ത്, ഓർബിറ്റിൽ, ഈ നമ്മുടെ ഈ ഗോളത്തിൻ്റെ ഇവിടെ ഇതിന് ഈ മോള്, ഈ ഓർബിറ്റിൻ്റെ ഭാഗത്തായിട്ട് അപ്പർ റീജിയനിലായിട്ട് ആണ് കണ്ണിൻ്റെ ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറയുന്ന ടിയർ ഗ്ലാൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണുനീർ ഗ്രന്ഥികൾ, കണ്ണുനീരിൻ്റെ ഗ്ലാൻഡുകൾ വച്ചിരിക്കുന്നത് ഇവിടെ ഈ മോൾ ഭാഗത്താണ്. സ്വാഭാവികമായി ഗ്ലാൻഡ് ഉള്ള ഭാഗങ്ങളിലെല്ലാം രോമങ്ങളുണ്ടാവും, ഹെയർസ് ഉണ്ടായേ പറ്റൂ. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ഗ്ലാൻഡുകൾ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മീശയും താടിയും പെണ്ണുങ്ങൾക്കില്ല, അല്ല അങ്ങനെയൊന്നും ചോദിച്ചുള്ളത്, അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ സലൈവറി ഗ്ലാൻഡൊക്കെ കണ്ടാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഗ്ലാൻഡ്, സംശയം ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ട് തരിക. ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് പുരികത്തിന് താഴെ കണ്ണിൻ്റെ മോൾ ഭാഗത്തായിട്ടിരിക്കുന്നു. അത് ചൂടടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഡാമേജ് ഉണ്ടാകും. കണ്ണിന് ഡാമേജ് ഉണ്ടാകാതെ അതിനെ തണുപ്പിക്കാനും ഒരു തണുത്ത ഷെയ്ഡ് അവിടെ കിട്ടാനും കൂടി വേണ്ടിയാണ് പുരികങ്ങളിൽ രോമങ്ങൾ വെച്ച് അവിടെ പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് തെളിവാണ് തല മുട്ടയടിച്ചിട്ട് വെയിലത്തിറങ്ങി നിന്നാൽ എങ്ങനെ ഇരിക്കും? സെറിബെല്ലം മെഡുല്ല ഒബ്ലോങ്ങേറ്റ, നമ്മളെ തലച്ചോറ് പഴുത്തു പോവും, ചൂടടിച്ചു പോവും. എന്നാൽ തലമുടി ഉണ്ടെങ്കിലോ അത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും. അതുപോലെയാണ് ലാക്രിമൽ ഗ്ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് കക്ഷം, ആംപിറ്റ് എന്ന് പറയുന്ന 2 ഗ്ലാൻഡുകളുണ്ട്. അതുകൊണ്ട് അവിടെ ഹെയറുകളുണ്ട്. സെക്സ് ഓർഗൻ എന്ന് പറയുന്ന പ്യൂബിക് ഓർഗനിൽ നമ്മൾ നോക്കിയാൽ അവിടെയും ഹെയറുകളുണ്ട്. ഇതെല്ലാം ഫീമെയിലിനും മെയിലിനും ഉള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയും സെക്സ് ഓർഗനിലെ ഗ്ലാൻഡുകളെ അവിടെ ചൂട് കൂടാതെ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കഴിവതും ഹെയറുകൾ
ക്ലീനായി റിമൂവ് ചെയ്ത് കളയരുത്. റൈസറൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ക്ലീനായി റിമൂവ് ചെയ്യരുത്. അതത്ര ഗുണകരമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിസേഴ്സ് ഉപയോഗിച്ച് ഇവയെല്ലാം കട്ട് ചെയ്ത് കളയാനേ പാടുള്ളൂ എന്നാണ്. പുരികം പോലും ഷേവ് ചെയ്തെടുത്ത് കളഞ്ഞ് തിന്നാക്കരുത്. അത് പുരികം ഷേവ് ചെയ്ത് അല്ലെങ്കിൽ ത്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരട്ടി മുടിയായിട്ട് വന്നോളും. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം കഴിവതും കട്ട് ചെയ്ത് ട്രിം ചെയ്ത് മാറ്റുന്നതാണ് ഏറെ ഗുണപരം. ഓക്കെ, നമ്മൾ ചെവിയിലേക്ക് വരുന്നു. ചെവിയെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ എന്ന് പറഞ്ഞു. ചെവി ഞാൻ കോംപ്രിഹെൻസീവ് വെച്ചാണ് എടുക്കാൻ പോകുന്നത്. ഇത് വെച്ച് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. ഞങ്ങൾ കുറച്ച് പോയിൻ്റ് ആദ്യം എഴുതിയത് പറയാം. സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ, ഹിയറിംഗ് ബാലൻസ്, അത് നമ്മൾ പറഞ്ഞു. ഇനി ഈ ചെവിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. 3 റീജിയൻസ്, 3 പോർഷൻസ് ആണ്. ഏതൊക്കെയാണവ? അത് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്ന പുറമേയുള്ള ചെവി, മലയാളം ബാഹ്യകർണം, മധ്യകർണം ആൻഡ് ആന്തരകർണം എന്ന് പറയും. ബാഹ്യകർണത്തിലേക്ക് നമുക്ക് ആദ്യം കയറാം. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് പിന്നെ പറയുന്ന പേരാണ് ചെവിക്കുട. പിന്നെ ഉള്ളത് ഓഡിറ്ററി കനാൽ, ഈ ദ്വാരം, നമ്മൾ മരുന്നൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ഈ ദ്വാരം, കർണനാളം. പിന്നെയുള്ളതാണ് ടിംബാനം എന്ന കർണപ്പടം, ടിംബാനം. ചില പുസ്തകങ്ങളിൽ ചിലപ്പം ടിംബാനം മിഡിൽ ഇയറിൻ്റെ ഭാഗമാണെന്ന് പറയാം. മിക്കവാറും പുസ്തകങ്ങളിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ ഇന്നർ പാർട്ടാണെന്ന് പറയാം. രണ്ടും തെറ്റല്ല. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ബാഹ്യകർണത്തിൻ്റെ ഭാഗമായിട്ടാണ് ടിംബാനം പറയുന്നത്. ഓക്കെ, ഡൺ. അപ്പം ഇത് 3 ഭാഗങ്ങളാക്കി. ഈ പറയുന്ന ഒക്കെ പറഞ്ഞു. ഇനി നോക്കി, ഇനി പുസ്തകങ്ങളിലൊന്നും പറയാത്തൊരെണ്ണമാണ് എന്തിനാണ് ഈ ചെവിയിൽ ഈ മടക്കുകളും ചുളുക്കുകളും കൊടുത്തിരിക്കുന്നത്. പുസ്തകത്തിൽ പലതും പറഞ്ഞിട്ടില്ല. ചെവിയിൽ മടക്കും ചുളുക്കും കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? കാരണം ആലോചിക്കാൻ സമയമില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സൗണ്ട് വന്നിട്ട് ഇവിടെ അടിച്ച് ഇവിടെ തട്ടി സോഫ്റ്റാക്കി വേണം സൗണ്ടിനെ അകത്തേക്ക് ഇട്ടു കൊടുക്കാൻ. ശബ്ദം കൂടുതലാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇയർ ഡ്രം അടിച്ചു പോവും, ഇൻറ്റേർണൽ ഇയർ പ്രോബ്ലം ആവും, ബ്രെയിൻ ഡാമേജ് ആവും, മാനസിക വിഭ്രാന്തി ഉൾപ്പെടെ പല അസ്വസ്ഥതകളുണ്ടാകും. ഇവിടെയാണ് എനിക്കൊരു പരാതി, ഞാൻ പലപ്പോഴും പരാതി പറഞ്ഞു, ഇനിയിപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ടൊരു വീഡിയോയോ വീണ്ടും ഒരു പരാതിയോ ഒക്കെ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പരാതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് എന്ന് പറയുന്നത് 70 ഡെസിബലാണ് നല്ല ഒരു സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. 70 ഡെസിബലിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഡാമേജ് ഉണ്ടാക്കും. 100ഉം 120 സൗണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം നമുക്ക് ദേഷ്യം വരും, നമ്മൾ പോലും അറിയാതെ. ഒന്നാലോചിച്ച് നിങ്ങളുടെ തൊട്ട് പുറകെ വന്നു നിന്നുകൊണ്ട് കാറോ ഒരു SUVയോ ഒരു ജീപ്പോ ഒരു ബൈക്കോ എക്സ്ട്രാ ഹോൺ ഘടിപ്പിച്ചിട്ട് ഹൈ പവറിൽ അടിച്ചു കഴിഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, തലവേദന ഉണ്ടാവും, തലക്കറക്കം ഉണ്ടാവും, നമുക്ക് പല്ല് പിടിക്കും. ചിലപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ യഥാർത്ഥത്തിൽ അധികാരികൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ച് പല അധികാരികളോടും ഞാൻ പറഞ്ഞു. പക്ഷേ ഏത് അധികാരിയോടെ പറയേണ്ടതെന്ന് ഇപ്പോൾ സംശയമായി. RTOയുടെ കൂടെയാണോ, പോലീസിലാണോ, അതോ വേറെ വകുപ്പിലാണോ, ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളെങ്കിലും എത്തിക്കാൻ പറ്റുന്നിടത്ത് എത്തിക്കുക. വേറെ ഒന്നുമല്ല, വണ്ടിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സാധാ ഹോണോ ഒക്കെ. പക്ഷേ അതിനേക്കാൾ US-ൽ, അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഡിഫറൻഷ്യൽ ഹോണും സോഫ്റ്റ് ഹോണുമാണ് വ്യത്യസ്തമായ വണ്ടികൾക്കുള്ളത്. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ അധികാരിയിലുണ്ടെങ്കിൽ ഇത് അങ്ങ് എത്തിച്ച് പറഞ്ഞ് ക്ലിയർ ആക്കുക. സൗണ്ട് നമുക്ക് വണ്ടികളിൽ സോഫ്റ്റ് ഹോണും ഡിഫറൻഷ്യൽ ഹോണും, ഈവൻ ആംബുലൻസിൻ്റെ ഹൈ പവർ ഹോണ് പോലും റോഡിൽ നിൽക്കുന്ന പലരുടെയും ചെവി അടിച്ച് പൊളിച്ചുകൊണ്ടാണ് പോകുന്നത്. വണ്ടികൾ മാറാൻ വേണ്ടിയാണ്, സമ്മതിച്ചു. പക്ഷേ അതിന് ആംബുലൻസിന് വ്യത്യസ്തമായൊരു സൗണ്ട് കൊടുത്താൽ പോരെ. പല സ്ഥലങ്ങളിലും ഉണ്ട്, മറ്റ് രാജ്യങ്ങളിൽ വേറെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ വരുന്നത് ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ പോരെ. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമുക്ക് അറിയാം, ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിൻ വരുമ്പം കിണി അടിച്ചുകൊണ്ട് ഫയർ എഞ്ചിനാണ് വരുന്നത് നമുക്കറിയാം. അതുപോലെ വ്യത്യസ്തമായൊരു ഹോൺ ആംബുലൻസിന് കൊടുത്താൽ മതി. ജീപ്പുകൾക്കും ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾക്കുമൊക്കെ അടിച്ച് പറത്തി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഒരു സോഫ്റ്റ് ഹോൺ കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്യാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ താമസിയാതെ നമ്മളിൽ പുതിയ തലമുറയിലും പല കുട്ടികളും പല ആൾക്കാരും ചെവി കേൾവി കുറഞ്ഞവരും മെൻ്റൽ ഡാമേജും ഹൃദ്രോഗവും
തലച്ചോറിന് മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ളവരായിട്ട് മാറും. സൗണ്ട് പൊല്യൂഷൻ കാരണം ഇത് സൗണ്ട് പൊല്യൂഷന് കാരണമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചെങ്കിൽ മനസ്സിലായെങ്കിൽ ഇത് മറ്റുള്ളവരോട് പറയുക. സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ നമുക്ക് വേണം. അപ്പോൾ ഒരു സൗണ്ട് വന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അപ്പോൾ ആ സൃഷ്ടിയിൽ ഈ ചെവികൾക്ക് മടക്കുകളും തുളുക്കുകളും കൊടുത്തത് സൗണ്ട് ഇവിടെ തട്ടി 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 സോഫ്റ്റ് ആകത്തത്. നിങ്ങളതാ ഇങ്ങനെ ചെവി വെച്ചിട്ട് ടോ ഒന്നാക്കി നോക്കിയേ, അപ്പോൾ ശബ്ദം ചെന്ന് അടിച്ച് ഭയങ്കരമായിട്ട് അകത്തേക്ക് കയറി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ മടക്കുകളും ചുളുക്കുകളും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളോ വകതിരിവില്ലാതെ വിവരക്കേടുകളാണ് പലരും പല സ്ഥലങ്ങളിലും സൗണ്ടിൻ്റെ കാര്യത്തിൽ. സ്വാർത്ഥനാണ്. ഓരോരുത്തന്മാരും വണ്ടി എടുക്കും, അതിനകത്ത് ഹൈ പവർ ഹോൺ അങ്ങ് കയറ്റി വയ്ക്കും അല്ലേ. ചിലപ്പോൾ ഗവൺമെൻറ് പേപ്പർ ഇറങ്ങാറുണ്ട്, ഹൈ പവർ ഹോൺ വെക്കരുത്, മാറ്റണം എന്നൊക്കെ. പക്ഷേ ആര് നോക്കാൻ, ആര് പിടിക്കാൻ? അതാണ് സംഭവം. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നിങ്ങളത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഇത് ബ്രെയിൻ ഡാമേജിനൊക്കെ പ്രോബ്ലം ആയി മാറും. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൻ്റെ കാര്യം പറഞ്ഞു, 3 എണ്ണം പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടി അതിനകത്ത് നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന കർണനാളം എന്ന് പറയുന്ന ട്യൂബിൽ അല്ലെ ആ ഓഡിറ്ററി കനാലിലും അതുപോലെ ഇയർ ഡ്രമ്പിൻ്റെ അടുത്തുമായിട്ട് സെറുമിനസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന വാക്സ് സെക്രീറ്റിംഗ് ഗ്ലാൻഡുകളും ചെറിയ ഹെയറുകളും ഉണ്ട്. അതിനെയാണ് നമ്മൾ ചെവിക്കായം എന്ന് പറയുന്നത്. അത് വാക്സും ഈ ഹെയറുകളും കൂടി ചെവിയിലേക്ക് കയറുന്ന ഡസ്റ്റുകളെയും മൈക്രോബ്സിനെയും പ്രിവെൻറ്റ് ചെയ്യും, തടഞ്ഞു നിർത്തും. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തയിലേക്ക് കയറാം. മിഡിൽ ഇയർ എൻ്റെ ഭാഗത്തേക്ക് കയറിക്കഴിഞ്ഞാൽ മിഡിൽ ഇയറിന് എന്തൊക്കെ കാണാം? മിഡിൽ ഇയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായി കാണാൻ പറ്റുന്നത് 3 ബോണുകളാണ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അതിലേറ്റവും ഇതൊക്കെ എന്താണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഏറ്റവും ചെറിയ ബോൺ നമ്മുടെ ബോഡിയിലുള്ളതെന്ന് പറയുന്നത് സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ചെറിയ ബോണാണ്. മാലിയസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഡ്രമ്മിൽ കണക്ട്, ഇയർ മെംബ്രെയിൻ, ഇയർ ഡ്രമ്മിൽ കണക്ട്. ഇത് കണ്ടല്ലോ, നാളം. ഇതാണ് പിന്നെ ഈ നാളം. ഇത് ഇയർ മെംബ്രെയിൻ കണ്ടോ, ടിംബാനിക് മെംബ്രെയിൻ. ഈ മെംബ്രെയിനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ചെറിയ ബോണിൻ്റെ പേരാണ് മാലിയസ്. അത് ടിംബാനിക് മെംബ്രെയിനുമായി കണക്ട് ചെയ്തിരിക്കും. മിഡിൽ ഇൻഗസ്. സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഇന്നർ ഇയറിൻ്റെ ഓവൽ വിൻഡോയുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഓവൽ വിൻഡോ ഓഫ് കോക്ലിയ. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ അതിനകത്ത് അത് കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതാണ് 3 ഭാഗങ്ങൾ. ക്ലിയർ ആണല്ലോ. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അവ വൈബ്രേറ്റ് ചെയ്യും. സൗണ്ട് മെക്കാനിസം കൂടെ പറയുന്നു. സൗണ്ട് ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാലിയസ്, ഇൻഗസ് വൈബ്രേറ്റ് ചെയ്ത് സ്റ്റേപ്പിസ് വൈബ്രേറ്റ് ചെയ്യും. ഇങ്ങനെ വൈബ്രേഷൻ കണ്ടിന്യൂസ് ആയിട്ട് അകത്തോട്ട് പോകും. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി 3ാമത്തെ ഭാഗമാണ് ഇൻറ്റേർണൽ ഇയർ. ഇൻറ്റേർണൽ ഇയറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ഇയറിൽ നമുക്ക് 2 ഭാഗങ്ങൾ മേജറായിട്ട് പറയാം. ബോണി ലേബരിന്ത്. ലേബരിന്ത് എന്ന് പറയുമ്പം ഇൻറ്റേർണൽ ഓർ ഇന്നർ ഇയറിനെ പറയുന്ന പേരാണ് ലേബരിന്ത്. ടെക്നിക്കൽ ടേമാണ് ലേബരിന്ത്. ഈ പല ടെക്നിക്കൽ ടേമും നമ്മുടെ ടേമല്ല, അത് ലാറ്റിൻ ടേംസാണ്. അതിനെ മാറ്റാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെ പഠിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ വേറെ ഇംഗ്ലീഷ് വാക്കൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ടെക്നിക്കൽ ടേം തന്നെയാണ് ലേബരിന്ത്. അത് 2 തരം ലേബരിന്തുകൾ, ബോണി ലേബരിന്തുകളും മെംബ്രേനിയസ് ലേബരിന്തുകളും എന്നാണ്. ബോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ലേബരിന്ത് പാർട്ടും ബോണിൻ്റെ പാർട്ടുകളും മെംബ്രേനിയസ്. നമുക്ക് മെംബ്രേനിയസ് ആണ് കൂടുതൽ ആവശ്യം. മെംബ്രേനിയസ് ലേബരിന്ത്, ബോണി ലേബരിന്തിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിനെ പെരിലിംഫ് എന്ന് പറയും. പെരിലിംഫ് കൊണ്ട് നിറച്ചിരിക്കുന്നു. മെംബ്രേനിയസ് ലേബരിന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെംബ്രേനിയസ് ലേബരിന്തിൽ ഫില്ല് ചെയ്തിരിക്കുന്ന എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡാണ് മെംബ്രേനിയസ് ലേബരിന്ത്. മെംബ്രേനിയസ് ലേബരിന്തിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാറ്റോ അക്യൂസ്റ്റിക് ഓർഗൻ. മെംബ്രേനിയസ് ലേബരിന്ത്. കാരണം മെംബ്രേനിയസ് ലേബരിന്തിന് വീണ്ടും 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യൂട്രിക്കുലസ്, സാക്കുലസ് എന്ന് പറയുന്ന 2 കൂടെ ചേർന്ന് ബോഡി പ്രോപ്പർ, 2 സെമി സർക്കുലർ കനാൽസ് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്, ആൻഡ് കോക്ലിയ. ഇതാണ് നമ്മുടെ മെംബ്രേനിയസ് ലേബരിന്ത്. ഇത് കോക്ലിയയാണ്. ഇത് മൊത്തത്തിൽ കോക്ലിയ. ഇത് നമ്മൾ പറയുമ്പോൾ ഇന്നർ ഇയറിൻ്റെ ഭാഗമാണ്. മൊത്തത്തിൽ കോക്ലിയ അല്ല, ഇത് മൊത്തം ഇൻറ്റേർണൽ ഇയറാണ്. ഇൻറ്റേർണൽ ഇയർ ലേബരിന്ത്. അതിനകത്ത് മെംബ്രേനിയസ് ലേബരിന്തിലെ പാർട്ടുകളാണ്. ഇതാ കണ്ടോ, ഇതാണ് യൂട്രിക്കുലസ്, സാക്കുലസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വളയങ്ങളും ഇതാണ് കോക്ലിയ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. കണ്ടോ, യൂട്രിക്കുലസ്, ദെൻ സാക്കുലസ്, ദെൻ ആംപുല. ഈ 3 ബേസിൽ
ഇവിടെ നിന്നുകൊണ്ട് ഉള്ള അപ്പർ പാർട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 സെമി സർക്കുലർ കനാലുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യുലെ കണ്ടു. അപ്പം അത്രയൊന്നും ഡീറ്റെയിൽ നിങ്ങൾ പോകണ്ട. ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഞാനതിന് നിങ്ങൾക്ക് വേണ്ട പോയിൻ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ പോയിൻ്റ് ഇതാണ്. മെംബ്രേനിയസ് ലേബരിന്തിനേക്ക് നമ്മൾ എടുത്താൽ 3 ബോഡി പ്രോപ്പർ. ആ ബോഡി പ്രോപ്പറിലുള്ളതിലാണ് യൂട്രിക്കുലസും സാക്കുലസും. അതിനെ വെസ്റ്റിബ്യൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2 സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും. സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങളുടെ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ നോക്കിയാൽ ഇത് തന്നെയാണ് സെമി സർക്കുലർ കനാൽ. കണ്ടോ, 2 വെർട്ടിക്കലായിട്ടിരിക്കുന്നതും 1 ഹൊറിസോണ്ടലായിട്ടിരിക്കുന്നതുമായിട്ട് സെമി സർക്കുലർ കനാൽസ്. കണ്ടോ, അതാണ് സെമി സർക്കുലർ കനാൽ. അതിൻ്റെ മലയാള പേര് അർദ്ധവൃത്താകാര കുഴലുകൾ. അർദ്ധവൃത്താകാര കുഴലുകളും അതിൻ്റെ ബേസിലായിട്ട് വെസ്റ്റിബ്യൂളും ഉണ്ട്. കണ്ടോ, വെസ്റ്റിബ്യൂളിൽ നിന്ന് നെർവ് ഫൈബറുകൾ പോകുന്നുണ്ട്. അതാണ് വെസ്റ്റിബുലാർ നാഡി അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പം വെസ്റ്റിബുലാർ ന്യൂറോൺ എന്ന് പറയുന്ന ഈ പാർട്ടിൽ നിന്ന്, മെംബ്രേനിയസ് ലേബറിൽ നിന്ന് കണ്ടോ പോകുന്ന ന്യൂറോണുണ്ട്. സ്റ്റാറ്റോ അക്വസ്റ്റിക്, ബോഡിയെ കൺട്രോൾ ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും. ബോഡിയെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ പാർട്ടിനകത്തുള്ള കണ്ടൻറ്റാണ്. കാരണം ഇതിനകത്താണ് ഈ പറയുന്ന സെമി സർക്കുലർ കനാൽ, ഈ പറയുന്ന ഈ കുഴൽ ആംപുല ഇവിടെ ഇതിനകത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സാക്കുലസ്, യൂട്രിക്കുലസ് എന്ന് പറയുന്ന ഈ ബേസൽ പാർട്ടിൽ ഇവിടെ ആയിട്ടാണ് ഓട്ടോലിത്ത് എന്ന് പറയുന്ന കല്ല്, കാൽസ്യം കാർബണേറ്റ് കിടക്കുന്നത്. അതപ്പോൾ ബോഡിയെ ബാലൻസ് ചെയ്യാൻ നിർത്തും. ദെൻ അതുപോലെ തന്നെ ഇരിക്കുന്ന കോക്ലിയ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്ന ഒറിജിനൽ ഹിയറിംഗ് അപ്പാറ്റസ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒറിജിനൽ ഹിയറിംഗ് അപ്പാറ്റസ് എന്ന് പറയുന്ന ഓർഗൻ ഓഫ് കോർട്ടിയാണ്. നമ്മൾ കോക്ലിയ എന്ന് ജനറലി പറയും. ആ കോക്ലിയയ്ക്കകത്തുള്ള ഭാഗത്ത് ബേസെല്ലാർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ, ആ മെംബ്രെയിനിലിരിക്കുന്ന ഓർഗൻ ഓഫ് കോർട്ടിയിൽ ഹെയറുകളുണ്ട്. ആ ഹെയറുകളുടെ കമ്പനങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് നെർവ് ഇമ്പൾസുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ നെർവ് ഇമ്പൾസുകൾ എന്ന് പറയുന്നത് നെർവ് ഫൈബർ, ഓഡിറ്ററി ന്യൂറോണായിട്ട് ബ്രെയിനിലെ ഓഡിറ്ററി കോർട്ടക്സിലേക്ക് പോവുകയും സൗണ്ട് അനാലിസിസ് നടത്തുകയും ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ നോക്കാം. ഞാൻ പറഞ്ഞത് കോക്ലിയ, സെമിലൂണർ, ബോഡി പ്രോപ്പർ എന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് 2 ഭാഗങ്ങളാണുള്ളത്, സാക്കുലസും യൂട്രിക്കുലസും. ഈ സാക്കുലസും യൂട്രിക്കുലസിനും അകത്ത് ഒരു സ്പെഷ്യൽ സെൻസറി സെല്ലുകളുണ്ട്. ആ സ്പെഷ്യൽ സെൻസറി സെല്ലുകളെ പറയുന്ന പേരാണ് മാക്കുല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാക്കുല. കണ്ടോ, കാരണം മാക്കുല എന്ന് പറയുന്ന സാക്കുലസ്, യൂട്രിക്കുലസ് ഞാൻ പറഞ്ഞു. ഈ സെമി സർക്കുലർ ട്യൂബുകളുടെ താഴെ ഇരിക്കുന്ന യൂട്രിക്കുലസ് ആൻഡ് സാക്കുലസ്, ഇതിനകത്തിരിക്കുന്ന സെല്ലിൻ്റെ പേരാണ് മാക്കുല. ഈ മാക്കുലയുടെ ഉള്ളിലാണ് ഓട്ടോലിത്ത് എന്ന് പറയുന്ന സ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ ചെവി കല്ല് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇരിക്കുന്നത്. മെംബ്രെയിൻ കണ്ടെയ്ൻ ന്യൂമറസ് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ കാൾഡ് ഓട്ടോലിത്ത്, ഓട്ടോകോണിയ എന്നൊക്കെ പേര് പറയും, ഓട്ടോലിത്സ്. ഓക്കെ, ദി മാക്കുല ഈസ് ദി റിസപ്റ്റർ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. കണ്ടു, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരെണ്ണമാണ് മാക്കുല എന്ന് പറയുന്നത്. അതുപോലെ സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞു. സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർദ്ധവൃത്താകൃതിയിലുള്ള കുഴലുകൾ എന്ന് പറഞ്ഞ ഈ സെമി സർക്കുലർ കനാൽ. കണ്ടോ, ഇതാണ്. മറ്റേത് ഈ ബേസൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മാക്കുല എന്ന് പറഞ്ഞ. സാക്കുലസ്, യൂട്രിക്കുലസ് എന്ന് പറയുന്നത് ഈ ബേസൽ പാർട്ടാണ്. അവിടെ നിന്ന് അപ്പറായിരിക്കുന്നതാണ് സെമി സർക്കുലർ കനാൽ. സെമി സർക്കുലർ കനാലിനകത്തായിട്ടാണ് എന്ത് കാണുന്നത്, ഈച്ച് ആംപുല ബെയറിങ് എ ഗ്രൂപ്പ് ഓഫ് സെൻസറി ഹെയർ കാൾഡ് ക്രിസ്റ്റ എന്ന് പറഞ്ഞ ഒരു സെൻസറി ഹെയറുകൾ അതിനകത്തുണ്ടാവും. ഈ ക്രിസ്റ്റ എന്ന് പറയുന്ന സെൻസറി ആൻഡ് സപ്പോർട്ടിങ്, ഈച്ച് ക്രിസ്റ്റ അതിൽ 2 തരം സെല്ലുകളുണ്ട്. അത് സെൻസറി ആൻഡ് സപ്പോർട്ടിങ് സെല്ലുകളാണ് ക്രിസ്റ്റ. എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്രിസ്റ്റയുടെ പടം ആണ് ഇത്.
സെൻസറി ഹെയർ. കണ്ടോ, ഇതാണ് ക്രിസ്റ്റൽ. ഇതൊക്കെ ഇങ്ങനെ കുറേ സംഗതികൾ അതിനകത്തുണ്ട്. അതുപയോഗിച്ചാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. അത്രയൊന്നും നമുക്ക് വേണ്ട, 10ാം ക്ലാസ്സിന് അത്രയും വേണ്ട. ഇനി മൂന്നാമത്തെ പാർട്ട് പറഞ്ഞു, ഇന്നർ ഇയറിൻ്റെ മൂന്നാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു കോക്ലിയ. കോക്ലിയ ഈസ് ദി മെയിൻ ഹിയറിംഗ് ഓർഗൻ. ഹിയറിങ്ങിന് സഹായിക്കുന്നത് കോക്ലിയയാണ്. ഈ ഇരിക്കുന്ന കോക്ലിയയാണ് ഹിയറിങ്ങിന് സഹായിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ആംബുലയും സാധനം സെമി സർക്കുലർ കനാൽ അവന്മാർ സ്റ്റാറ്റോ എന്ന് പറഞ്ഞു. ഇടയ്ക്ക് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റാറ്റോ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഹിയറിംഗ് സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടും വേണം, ബോഡി ബാലൻസിങ്ങും ദെൻ സൗണ്ട് സെൻസറി, സൗണ്ടിൻ്റെ ന്യൂറോൺ സൗണ്ട് ഇമ്പൾസുകളെ ബ്രെയിനിലെത്തിക്കണം. കോക്ലിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയാമോ? കോക്ലിയ പോയിൻ്റായിട്ട് എടുക്കാം. കോക്ലിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോക്ലിയ ഒരു കോയിൽഡ് സ്നെയിൽ, നമ്മൾ ഒച്ച് അല്ലെങ്കിൽ നത്തയ്ക്ക, ഒച്ച് എന്നൊക്കെ പറയുന്നത്, അതിങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്നതാണ്. കുറേ മെംബ്രെയിനിയസ് കോയിലിംഗ് ആണ്. കോക്ലിയ ഈസ് എ കോയിൽഡ് ഷെൽ ഓർ സ്നെയിൽ പോലെ കോയിലിരിക്കുന്ന പാർട്ടാണ്. ദി അപ്പർ ആൻഡ് ലോവർ ചേമ്പേഴ്സ് ഓഫ് കോക്ലിയ ഈസ് ഫിൽഡ് വിത്ത് പെരിലിംഫ്. കോക്ലിയയുടെ അപ്പറും ലോവറും പാർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അത് പെരിലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് കൊണ്ട് സ്ട്രക്ചർ ഫില്ല് ചെയ്തിരിക്കുന്നു. നമ്മളിത് ഇവിടെ കോക്ലിയയുടെ ഒരു പടം ഇവിടെ കൊടുപ്പുണ്ട്. ഈ അപ്പർ അറയും ഈ ലോവർ അറയും പെരിലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. ഈ മധ്യത്തുള്ളതാണ് മിഡിൽ ചേംബർ എന്ന് പറയുന്ന മിഡിൽ അറ. ആ മിഡിൽ അറയെ എന്ത് വയ്ക്കുന്നു? എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് നിറച്ചിരിക്കുന്നു. ദി അപ്പർ ആൻഡ് ലോവർ ചേംബർ ഓഫ് കോക്ലിയ ഈസ് ഫിൽഡ് വിത്ത് പെരിലിംഫ് ആൻഡ് മിഡിൽ ചേംബർ ഈസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. അത് ഒന്നുകൂടി വിശാലമായിട്ടുള്ള അറ കാണിച്ചാൽ, കോക്ലിയയുടെ അറ കാണിച്ചാൽ, ഇത്രയും വേണ്ട, പ്ലസ് വണ്ണുകാർക്ക് വേണ്ടി പറയുന്നു. കണ്ടോ, ഇതാണ് സെക്ഷൻ, ഇതൊരറ, ഇതൊരറ, ഇതൊരറ. ഇത് അപ്പർ ആൻഡ് ലോവർ അറകൾ, ഇത് മിഡിൽ അറ. കണ്ടോ, ഇനി ടെക്നിക്കൽ ടേം തന്നെ കൊടുത്തിട്ടുണ്ട്. സ്കെയില വെസ്റ്റിബുലൈ, സ്കെയില ടിംബാനി, അപ്പറും ലോവർ. മിഡിൽ നോക്കിയാൽ സ്കെയില മീഡിയ എന്നാണ് കിടക്കുക. ഈ സ്കെയില മീഡിയ എന്ന് പറയുന്ന ഈ മധ്യത്തെ അറയുടെ ബേസിലുള്ള മെംബ്രെയിനാണ് ബേസെല്ലാർ മെംബ്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബേസെല്ലാർ മെംബ്രെയിനിലാണ് ഹെയറുകൾ ഇരിക്കുന്നത്. ആ ഹെയർ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഹെയറുകൾ കാണാം. ഈ ഹെയറുകൾ ഇരിക്കുന്ന കാണാം. ഒന്നുകൂടെ ഒന്ന് ഡയഗ്രമാറ്റിക്കായിട്ട് കാണിച്ചാൽ ഇരിക്കുന്നു. കണ്ടോ, ഈ ഹെയറുകൾ മിഡിൽ, ഇത് അപ്പർ, ഇത് ലോവർ, ഇത് മിഡിൽ. കണ്ടോ, ഇതാണ് സംഭവം. ഇത് ചെവിയുടെ വെളിഭാഗം. ഇവിടെ നിന്ന് ട്യൂബ് ഇങ്ങനെ വരുന്നു, ഇതിലൂടെ സൗണ്ട് വരുന്നു, ദെൻ ഓവൽ വിൻഡോയിലൂടെ പ്രവേശിക്കുന്നു. ഈ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുന്നു. കണ്ടോ, ഇതിൽ കറങ്ങിത്തിരിഞ്ഞ് ഇപ്പുറത്തൂടെ റൗണ്ട് വിൻഡോയിലൂടെ അത് പുറത്ത് വരുമ്പം അവിടെ സെൻസറി, അവിടെയുള്ള ഓർഗൻ ഓഫ് കോർട്ടിയിലെ ഹെയറുകൾ വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ആ വൈബ്രേഷൻ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ഇമ്പൾസുകൾ ഓഡിറ്ററി നെർവ് കളക്ട് ചെയ്ത് കൊണ്ട് ബ്രെയിനിലേക്ക് പോകുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദി അപ്പർ ആൻഡ് ലോവർ ചേമ്പേഴ്സ് ഓഫ് കോക്ലിയ ഈസ് ഫിൽഡ് വിത്ത് പെരിലിംഫ് ആൻഡ് മിഡിൽ ചേംബർ ഈസ് ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. മിഡിൽ ചേംബർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ലോവർ ചേംബർ ബൈ എ മെംബ്രെയിൻ. കണ്ടോ, മിഡിൽ ചേംബർ മധ്യത്തെ അറയിൽ ഒരു അടിഭാഗത്ത് അതിൻ്റെ ബേസിലൊരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനാണ് ബേസിൽ മെംബ്രെയിൻ. ദെൻ സ്റ്റേപ്പിസ് കണക്ട്, മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസിലൂടെയാണ് സൗണ്ട് വന്നത്. മാലിയസ് വൈബ്രേറ്റ് ചെയ്തു, ഇൻഗസ് വൈബ്രേറ്റ് ചെയ്തു, ദെൻ സ്റ്റേപ്പിസ് എത്തി. ആ സ്റ്റേപ്പിസ് വന്ന് ടച്ച് ചെയ്ത് എവിടെയെന്നാണ് ഞാൻ പറഞ്ഞത്? ഓവൽ വിൻഡോ. സ്റ്റേപ്പിസ് ഈസ് കണക്റ്റഡ് ടു ദി അപ്പർ ഓവൽ വിൻഡോ ഓഫ് കോക്ലിയ. കോക്ലിയയുടെ അപ്പർ ഓവൽ വിൻഡോയിൽ കണക്ട് ചെയ്തു. ദെൻ ടിംബാനിക് കനാൽ കണക്റ്റഡ് ടു ദി റൗണ്ട് വിൻഡോ. അതിൻ്റെ താഴെയാണ് റൗണ്ട് വിൻഡോ വരുന്നത്. റൗണ്ട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് ടിംബാനിക് ക്യാവിറ്റിക്ക്, ടിംബാനിക് കനാലിനകത്തേക്കാണ്. കണ്ടോ, ദി ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നതാണ് ഹിയറിംഗ് യൂണിറ്റ്. പലപ്പോഴും ചോദിക്കുന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി, ഹിയറിംഗ് യൂണിറ്റ്. ഇത്രയൊക്കെ സംഗതിയുണ്ട്. ജനറലി ചെവിയാണ് കേൾക്കാൻ സഹായിക്കുന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ കോക്ലിയാണ് സഹായിക്കുന്നത്. വീണ്ടും അൾട്ടിമേറ്റായിട്ട് പറഞ്ഞാൽ കോക്ലിയക്കകത്തിരിക്കുന്ന ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടിയിലുള്ള ഹെയർ, ഓർഗൻ ഓഫ് കോർട്ടി ഇരിക്കുന്നത് എവിടെയാണ്? മിഡിൽ ചേംബറിൻ്റെ ലോവർ മെംബ്രെയിനിലാണ്, ബേസെല്ലാർ മെംബ്രെയിൻ. കണ്ടോ, ദി കണക്റ്റഡ് ടു ദി ഓർഗൻ കോർട്ടി
ഹിയറിംഗ് യൂണിറ്റ് ലൊക്കേറ്റഡ് ഓൺ ബേസെല്ലാർ മെംബ്രെയിൻ കണ്ടെയ്ൻ സെൻസറി ഹെയർസ് കണ്ടോ വിച്ച് കണക്റ്റഡ് ടു ഓഡിറ്ററി നെർവ്സ് നെർവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇന്നർ ഇയർ ആൾസോ ആസ് എ വെസ്റ്റിബുലാർ അപ്പാറ്റസ് ആൻഡ് 3 സെമി സർക്കുലർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ സൗണ്ട് മെക്കാനിസം ഇങ്ങനെയാണ്. ഒന്നുകൂടെ മെക്കാനിസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഹിയറിംഗ് മെക്കാനിസം നമുക്ക് നോക്കിയാലോ. സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നു ഠോ. ഈ പറയുന്ന ഠോ ശബ്ദം പിന്നയിലൂടെ അകത്തേക്ക് കയറി അല്ലേ, കർണനാളം നമ്മൾ പറഞ്ഞല്ലോ, അതിലൂടെ സഞ്ചരിച്ച് ഈ ശബ്ദത്തിന് എക്സ്ട്രാ സൗണ്ട് അകത്ത് കയറുകയാണെങ്കിൽ ബ്രെയിനിൽ വീണ്ടും ഒരു സഹായമുണ്ട് കേട്ടോ. എന്താണെന്നറിയണ്ടേ? നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ ചെവിക്കകത്ത് വീണ്ടും ഒരു സഹായമുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. എക്സ്ട്രാ സൗണ്ട് ഇതിങ്ങനെ കറക്റ്റ് നോക്കിയാൽ ഇവിടെ നിന്നൊരു വലിയ ശബ്ദം ഠോ കയറുന്നു. ഈ കയറിയത് ഈ ട്യൂബിലൂടെ അല്ലേ, കാരണം നമ്മുടെ പിന്നയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്ററി കനാലിലൂടെ വരുന്നു. ഈ ഓഡിറ്ററി കനാലിൽ വന്ന് മെംബ്രെയിനൊക്കെ വൈബ്രേറ്റ് ചെയ്ത് അകത്ത് കയറിയാലും ഇവിടെ നിന്നൊരു ചെറിയ ഹോളും നമ്മുടെ ഫാരിങ്സ് തൊണ്ടയിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. ആ കുഴലിൻ്റെ ദ്വാരം, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, യൂസ്റ്റേഷ്യൻ കനാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ചെവിക്കകത്ത് നമ്മൾ മരുന്ന് ഒഴിച്ചു കൊടുക്കുമ്പം ആ മരുന്ന് തൊണ്ടയിലും വായിലും ഒക്കെ വരും. അത് വരുന്നതിന് കാരണം അത് യൂസ്റ്റേഷ്യൻ കനാലിലൂടെ ഒഴുകി വരുന്നതുകൊണ്ടാണ്. അപ്പോൾ വലിയ സൗണ്ടാണ് കയറുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ 120 അതൊക്കെ അടിച്ച് പറഞ്ഞു പോകും. നമ്മളെ സൗണ്ടിൽ ഈ ചെവിക്ക് വേണ്ട സംഗതികളെടുത്ത് അല്പം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവൻ കളയാനായിട്ട് ഉപയോഗിക്കുന്നത് എക്സസ് സൗണ്ട് കളയാൻ ഉപയോഗിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഷർ മർദ്ദമൊന്നും ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്യാൻ യൂസ്റ്റേഷ്യൻ കനാലിലൂടെ ബാക്കി പുറത്തേക്ക് വിട്ടുകളയും. അത് കഴിഞ്ഞിട്ടുള്ളതിന് സൗണ്ട് എന്ത് ചെയ്യും? ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മാലിയസ് വൈബ്രേറ്റ് ചെയ്യും, അവിടെ നിന്ന് മാലിയസ് ഇൻഗസ് വൈബ്രേറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് സ്റ്റേപ്പിസ് വരും. സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് കോക്ലിയയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേപ്പിസ് കണക്ട് ചെയ്തിരിക്കുന്നത് കോക്ലിയയിലാണ്. അപ്പോൾ കോക്ലിയ ഓവൽ മെംബ്രെയിൻ കോക്ലിയയിലെ ഓവൽ വിൻഡോ എന്ന് പറയുന്ന അപ്പർ ഓപ്പണിങ്ങിലാണ് ആര് കണക്ട് ചെയ്യുന്നത്? സ്റ്റേപ്പിസ് കണക്ട് ചെയ്യുന്നത്. സൗണ്ട് അതിലൂടെ കയറി വരും. ആ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യും, അത് എൻഡോലിംഫിനെ വൈബ്രേറ്റ് ചെയ്യും. മൊത്തം വൈബ്രേഷനാണ്. ദെൻ അത് കറങ്ങി റൗണ്ട് വിൻഡോയിലൂടെ അത് പുറത്തേക്ക് വന്ന് ടിംബാനിക് ചേംബർ അല്ലേ, അതിനകത്ത് വന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും? നേരത്തെ പറഞ്ഞ മെംബ്രെയിനിലൂടെ ഓഡിറ്ററി നെർവുകളിലൂടെ, മലയാളം പേരുകൾ എനിക്ക് വരുന്നില്ല, ചെവിയും ചെല്ലണം, ഞാനതൊന്നുകൂടെ മലയാളത്തിൻ്റെ പറയാം. സൗണ്ട് പിന്നെ ടിംബാനം വൈബ്രേറ്റ് ചെയ്യുന്നു, ഇയർ ഓസിക്കിൾ, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ ഓഫ് ദി ഇന്നർ ഇയർ, അവിടെ വരെ പറഞ്ഞു. അത് വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ പെരിലിംഫും വെസ്റ്റിബുലാർ കനാൽ ഇതൊക്കെ എന്ത് ചെയ്യും? വൈബ്രേഷൻ കണ്ടക്ട് ചെയ്യും. ഇറ്റ് വൈബ്രേറ്റ്സ് ബേസെല്ലാർ മെംബ്രെയിൻ. ബേസെല്ലാർ മെംബ്രെയിനിൽ ഓർഗൻ ഓഫ് കോട്ടി ഇരിപ്പുണ്ട് കണ്ടോ. ദിസ് കോസ് ദി എക്സൈറ്റേഷൻ ഓഫ് ദി സെൻസറി സെൽസ് ആൻഡ് പ്രൊഡ്യൂസ് ഇമ്പൽസ്. സെൻസറി ഇമ്പൽസുകൾ ബേസെല്ലാർ മെംബ്രെയിനിലെ ഹെയറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഇറ്റ് ഈസ് ക്യാരീഡ് ബൈ സെൻസറി ന്യൂറോൺ ഓർ ഓഡിറ്ററി നെർവ് ടു ബ്രെയിൻ. എന്തിനു വേണ്ടി? ഇതെന്ത് സൗണ്ടാണ്? ദാസേട്ടൻ്റെ പാട്ടാണോ അതോ വയലിൻ സൗണ്ടാണോ എന്താണ്? ഇപ്പോൾ ആംബുലൻസിൻ്റെ ഒരു കൂക്കുവിളി കേൾക്കുന്നുണ്ട്. അത് എവിടെ? ബ്രെയിനിലുള്ള മെമ്മറിയിലും നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് പ്രോസസ്സിങ് നടത്തിയിട്ട് സൗണ്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. മലയാളത്തിൽ പറഞ്ഞാൽ ചെവിയും ശരീരത്തുലനയും പാലനം, നമുക്ക് ശബ്ദ തരംഗങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദതരംഗങ്ങൾ ചെവിക്കുടയിലെത്തുന്നു. അവിടെ നിന്ന് കർണനാളത്തിലൂടെ സഞ്ചരിച്ച് കർണപടം ഇയർ ഡ്രമ്മിലെത്തുന്നു. ആ കർണപടത്തിലൂടെ എന്ത് ചെയ്യുന്നു? അസ്ഥിശൃംഖല ആയിട്ടുള്ള ഓവൽ വിൻഡോയിലൂടെ കോക്ലിയക്കകത്തേക്ക് കോക്ലിയയുടെ ഓവൽ വിൻഡോയിലാണ് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്. അതാണ് അസ്ഥിശൃംഖല, അതാണ് അസ്ഥികൾ, 3 ചെറിയ അസ്ഥികൾ. അസ്ഥിശൃംഖല എന്ന് പറയുന്നത് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് ഓവൽ വിൻഡോയിൽ കണക്ട് ചെയ്യും. ഓവൽ വിൻഡോ എന്ന് പറയുന്നത് കോക്ലിയയുടെ പാർട്ടാണ്. കോക്ലിയയിലൂടെ അതോടെ രോമകോശങ്ങളിലെത്തുന്നു. കോക്ലിയക്കകത്ത് ഞാൻ പറഞ്ഞു ബേസെല്ലാർ മെംബ്രെയിനിലുള്ള രോമകോശങ്ങളിലെത്തുന്നു. ആ രോമകോശങ്ങൾ ആവേഗങ്ങളെ സൃഷ്ടിക്കുന്നു. ആവേഗങ്ങൾ എന്ന് പറയുമ്പോൾ നെർവ് ഇമ്പൾസുകൾ സൃഷ്ടിക്കുന്നു. ആ നെർവ് ഇമ്പൾസുകൾ ന്യൂറോൺ ഓഡിറ്ററി ന്യൂറോണിലൂടെ സെറിബ്രത്തിലെത്തുന്നു. സെറിബ്രത്തിൽ അത് ഓഡിറ്ററി കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയയിൽ സൗണ്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ട്
മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെയൊക്കെ ബുക്കിൽ ആ സ്കീമാറ്റിക് ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. രസകരമാണ് കാര്യം മനസ്സിലാക്കിയാൽ. പിന്നെ ബാലൻസ് ഇവിടെ ഞാൻ ലാസ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ബാലൻസ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബാലൻസ്, ബോഡി ബാലൻസ് എന്ന് പറയുന്നത് ദി മൂവ്മെൻറ്റ് ഓഫ് ഹെഡ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. ഇറ്റ് സ്റ്റിമുലേറ്റ് എൻഡോ ലിംഫ് പ്രസൻറ്റ് ഇൻ വെസ്റ്റിബ്യൂൾ ആൻഡ് സെമി സർക്കുലർ കനാൽ. വെസ്റ്റിബ്യൂളിനകത്തും സെമി സർക്കുലർ കനാലിനകത്തും കിടക്കുന്ന, സെമി സർക്കുലർ നേരത്തെ കാണിച്ചു, അതിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡാണ് എൻഡോ ലിംഫ് എന്ന് പറയുന്നത്. അവ എന്ത് ചെയ്യുന്നു? അത് സ്റ്റിമുലേഷൻസ് റിസീവ് ചെയ്യുന്നു ബൈ ദി ഓഡിറ്ററി ഹെയർ. അവിടെയുണ്ട് ഓഡിറ്ററി ഹെയർ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന് പറഞ്ഞതാണ്. 2 ഹെയറുകളും ഉണ്ടാവും. കണ്ടോ, വെസ്റ്റിബുലാർ നെർവുകളും ഉണ്ട്, ഓഡിറ്ററി നെർവുകളുമുണ്ട്. 2 ഫൈബറുകളും അതിനകത്തോട്ട് സംഗതികൾ കൊണ്ടുപോകും. CRT പുസ്തകത്തിൻ്റെ പടം. ഈ 2 നെർവ് ഫൈബറുകളും അതിനകത്തോട്ടേക്ക് സൗണ്ടിനെ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകും? ബ്രെയിനിൽ കൊണ്ടുപോയെങ്കിൽ ഒന്ന് കൊണ്ടുപോകുന്നത് എവിടെയാണ്? സെറിബ്രത്തിലെ ഓഡിറ്ററി കോർട്ടക്സിലേക്ക് കൊണ്ടുപോയിട്ടാണ് അതെന്താ ചെയ്യുക? ശബ്ദം എന്താണ് എന്ന് ലൊക്കേറ്റ് ചെയ്യിപ്പിക്കുക. മറ്റേ അതെന്ന് പറയുന്നത് സെറിബെല്ലത്തിലേക്കും മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലും ഒക്കെ കൊണ്ടുപോയി കണക്ട് ചെയ്യും. കാരണം ബോഡിയെ ബാലൻസ് ചെയ്യിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വേണ്ടിയാണ്. കണ്ടോ, വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്. ഇതാ വെസ്റ്റിബുലാർ നെർവ് കണ്ടോ, ഓഡിറ്ററി നെർവും ഉണ്ട്, വെസ്റ്റിബുലാർ നെർവും ഉണ്ട്. 2 നെർവുകളും കൊണ്ടുപോയിട്ട് ഇത് അവിടെ കൊണ്ട് കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടത് നമുക്ക് കറക്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ദി സിംബൽസ് ട്രാൻസ്മിറ്റഡ് ടു സെറിബെല്ലം. ഇത് നമ്മൾ പറഞ്ഞത് ബോഡി ബാലൻസിൻ്റെയാണ്. ബോഡി ബാലൻസുകൾ അത് സെറിബെല്ലത്തിലെത്തിക്കുന്നു. ആൻഡ് ത്രൂ വെസ്റ്റിബുലാർ ന്യൂറോൺ, നേരത്തെ കാണിച്ച വെസ്റ്റിബുലാർ ന്യൂറോണിലൂടെ ഇൻഫർമേഷൻ സെറിബെല്ലത്തിലെത്തുന്നു. മെഡുല്ല ഒബ്ലോങ്ങേറ്റയും കണക്ട് ചെയ്യാം കേട്ടോ. മെഡുല്ല ഒബ്ലോങ്ങേറ്റയും കണക്ട് ചെയ്യാം. ഇക്വിലിബ്രിയം, ഇതാ മെഡുല്ല ഒബ്ലോങ്ങേറ്റ് നമ്മൾ പറഞ്ഞ സെറിബെല്ലം കറക്റ്റ്, കൂടുതൽ കറക്റ്റ്. ഇക്വിലിബ്രിയം ഇതാ ക്രിസ്റ്റ്യ നേരത്തെ പറഞ്ഞത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലും കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നു ഇക്വിലിബ്രിയത്തിൻ്റെത്. അങ്ങനെ ബോഡിയുടെ കേൾവിയും ബാലൻസും നമ്മൾ വിശാലമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് ചെവിയിലുള്ള രോഗമാണ്. രോഗം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഡെഫ്നെസ് എന്ന് പറയുന്നതാണ് മെയിൻ. ചെവിക്കായത്തിൻ്റെയൊക്കെ കൂടുതലുണ്ട്, സൗണ്ട് കുറേ, അതൊക്കെ ചെവി ക്ലീൻ ചെയ്യും നമുക്ക്. പക്ഷേ ഡെഫ്നെസ് എന്ന് പറയുന്നത് കേൾവി ശക്തി ഇല്ലായ്മ. ഇതിനകത്ത് എന്തിന് പ്രോബ്ലം വന്നാലും കേൾവി ശക്തി ഇല്ലാതെ വരും. കോക്ലിയ ഡാമേജ് ആയാൽ കോക്ലിയ ഇംപ്ലാന്റേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കോക്ലിയ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ കോക്ലിയർ ഡാമേജ് വന്നാലും മാലിയസ് ഇൻഗസ്റ്റേപ്പിസിൻ്റെ ഡാമേജ് വന്നാലും എന്ത് ഡാമേജ് വന്നാലും ഡെഫ്നെസ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ചെവിക്കകത്തേക്ക് അതുപോലെ നമ്മുടെ മെംബ്രെയിൻ ടിംബാനം, ആ മെംബ്രെയിൻ ഡാമേജ് ആവാതെ നോക്കണം. പലപ്പോഴും മെംബ്രെയിൻ ഡാമേജ് ആവുന്നതിന് കാരണം ഒന്നെന്താണ്? നമ്മൾ ഷാർപ്പായിട്ടുള്ള വസ്തുക്കളെടുത്ത് ചെവിക്കകത്തേക്ക് കുത്തിക്കയറ്റി കൊടുക്കും. പെൻസിൽ, പേന, അല്ലെങ്കിൽ ഇങ്ങനെ ആ ഷാർപ്പൻ ടിംബനത്തിന് റപ്ചർ ചെയ്യും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരം വളരെ ഒരു നിധിയാണ്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ കുറച്ച് വിശാലമായിട്ട് ശബ്ദ തരംഗങ്ങൾ പോകുന്നത്, സൗണ്ട് ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളും നമ്മൾ കണ്ടു. വീണ്ടും കണ്ട് ഒരു 5-6 വട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് ഉറയ്ക്കും. ചിന്തിക്കുക, മനസ്സിലാക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്ക്, ക്ലാസ്മേറ്റ്സിന്, മറ്റുള്ളവർക്കെല്ലാം ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കമൻ്റ് എഴുതാൻ മറക്കരുത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എനിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കമൻറ്റിൽ ചൂണ്ടിക്കാണിക്കുക. ഞാൻ അടുത്തതിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ്. മനുഷ്യരല്ലേ, ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ ലെവലിൽ നിന്ന് ഒരു പടി ഉയരെ. +1 ലെവലിൽ മുഴുവൻ കവർ ചെയ്തിട്ടില്ല. എന്നാൽ പക്ഷേ +1 വേണ്ട ബേസിക് കാര്യങ്ങളെ കൂടെ ചേർത്താണ് പറഞ്ഞത്. കാരണം ഒരുപാട് കുട്ടികൾ +1 +2 എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പാഠങ്ങളുടെ ബേസ് കൂടെ ഇവിടെ കയറ്റിയിട്ടാൽ 8, 9, 10 7, 8, 9, 10കാർക്ക് വളരെ ഗുണം കിട്ടും. അതാണ്. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി സബ്സ്ക്രിപ്ഷൻ ബട്ടണും ബെൽ ബട്ടണും അമർത്തുക. ഞാൻ ഇടുന്ന വീഡിയോസ് അവിടെ വന്ന് കിടക്കും. നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുമ്പം നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഗുണങ്ങളും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നവരേക്കും ഐ ലവ് യു ഓൾ. താങ്ക് യു.